എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഹമ്മിങ് ബേർഡ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ അതിൻ്റെ മധുരവും ആ ഒരു ഫ്ലേവറും ഒക്കെ കാരണമാണ് ഹമ്മിങ് ബേർഡ് കേക്ക് എന്ന് പേര് കിട്ടിയത്. അപ്പോൾ ഇതിൽ വന്നിട്ട് പൈനാപ്പിളും പഴവും ഒക്കെയാണ് നമ്മൾ ചേർക്കുന്നത്. നന്നായിട്ട് പഴുത്തൊരു റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് പൈനാപ്പിൾ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ പഴം ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് 250 ഗ്രാം മൈദയാണ്. 2 കപ്പ് മൈദയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചത്, അതുപോലെ 1/4 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചത്. ഇത്രയും കൂടെ എടുത്തിട്ട് മിക്സ് ചെയ്ത് അരിച്ച് മാറ്റി വെക്കാം. ഇനി വേണ്ടത് 3 മുട്ടയാണ്, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്, 75 ഗ്രാമാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അത്രയും തന്നെ ബ്രൗൺ ഷുഗറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കേക്കിൽ വന്നിട്ട് ഒരു ബ്രൗണിഷ് കളറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രൗൺ ഷുഗർ മൊത്തത്തിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് കട്ടകളില്ലാതെ ബ്ലെൻഡ് ചെയ്ത് എടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ നിങ്ങൾക്ക് ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴവും അതുപോലെ തന്നെ പൈനാപ്പിളും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ ആ ഒരു ബ്ലെൻഡർ വെച്ചിട്ട് ലോ സ്പീഡിലൊന്ന് ബ്ലെൻഡ് ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി, ഓവർ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പൊടി അരിച്ചിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പെക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള നട്ട് ചേർത്ത് കൊടുക്കുക. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാൾനട്ട് ചേർത്താലും മതി. അതിനുശേഷം ചെറിയ സ്പീഡിൽ ഒന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് മിക്സ് ചെയ്യേണ്ട. എന്നിട്ട് ഒരു സ്പാറ്റില വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. ഞാൻ 8 ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് ടിന്നാണ് എടുത്തിരിക്കുന്നത്. 180 ഡിഗ്രിയിൽ അവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാം. ഇത് ബേക്ക് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ സമയം എക്സ്ട്രാ എടുക്കും. ഞാനിവിടെ 180 ഡിഗ്രിയിൽ ഒരു 50 മിനിറ്റ്സ് എടുത്തിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം തണുത്തതിന് ശേഷം നന്നായിട്ട് കട്ട് ചെയ്തിട്ട് എയർ ടൈറ്റുള്ള കണ്ടെയ്നേഴ്സിൽ സ്റ്റോർ ചെയ്യാം. നാട്ടിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കേടായി പോകും, കാരണം നല്ല ചൂടാണ് നമ്മുടെ നാട്ടിൽ. അപ്പം അത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുക, കഴിക്കാൻ നേരം ഒന്ന് ചൂടാക്കി കഴിക്കാം. അപ്പം തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഇത് ഒരാഴ്ച വരെ കേടാകാതെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്